നിറഞ്ഞ ശക്തിയെ നയിക്കണേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. കരം ഉയർത്തി സ്തുതിക്കാം യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം മക്കളെ. ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് വിട്ടുകൊടുക്കാം. ഈശോ നമ്മളെ നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഒക്കെ എടുത്തുയർത്തുമെന്നൊരു ബോധ്യം ഇതിനെ മനസ്സിലേക്കൊന്ന് കുറിച്ചുകൊണ്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുത്ത മക്കളെ. ഹല്ലേലൂയ ഹല്ലേലൂയ. റുഹായേ റുഹായേ. ഈ മക്കളിലേക്ക് ഈ നിമിഷം ഇറങ്ങി വരണം. ഈ ധ്യാന ഹാളിലേക്ക് ഈ ആയിരക്കണക്കിന് മക്കളിലേക്ക് കർത്താവിനെ സ്തുതിക്കുന്ന ഓരോ മക്കളിലേക്കും കർത്താവിന്റെ കൃപയുടെ ആത്മാവിനെ ഈ നിമിഷം വർഷിക്കണമെന്ന് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. സ്തുതിച്ചേ ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച സങ്കടങ്ങളും വേദനകളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചെന്ന് സ്തുതിച്ച മക്കളെ. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകള് സങ്കടങ്ങള് വേദനകള് ഹല്ലേലൂയ 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 ഏറ്റെടുക്കുമെന്ന ഒരു ബോധ്യം മനസ്സിൽ കുറിച്ച് എന്റെ സങ്കടങ്ങൾ കാണുവാനാ, എന്റെ സങ്കടങ്ങൾ കാണുന്നവൻ എന്റെ തമ്പുരാനെന്ന ബോധ്യത്തോടുകൂടി എന്റെ സങ്കടക്കടലില എന്റെ തമ്പുരാൻ എന്നെ തൊടുമെന്ന ബോധ്യത്തോടുകൂടി ഇരു കാര്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കൃപയൊഴുകട്ടെ കൃപയൊഴുകട്ടെ ഈ മക്കളിലേക്ക്, ഈ മക്കളുടെ കുടുംബ ജീവിതത്തിലേക്ക് ഈ നിമിഷം കൃപയുടെ മുകുളങ്ങൾ നിറയട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. അഭിഷേകം ചൊരിയട്ടെ കർത്താവേ. എല്ലാ പുരോഹിതരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പുരോഹിതരുടെ തിരുനാൾ ആഘോഷ ദിനത്തില് ഓരോ പുരോഹിതരെയും ഈ IMS-ലുള്ള എല്ലാ പുരോഹിതരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. ഞങ്ങളെ കുമ്പസാരിപ്പിച്ച ഓരോ പുരോഹിതനെ കാത്തു പരിപാലിക്കണമേ. ഉദാശകൾ പകർന്നു വന്ന ഓരോ പുരോഹിതനെ കാക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവേ ഇന്നേ ദിവസം പുരോഹിതന്മാർക്ക് സമർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിവേ യേശുവേ 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 യേശുവേ. ശിവന്റെ ശക്തി ഒഴുകട്ടെ തമ്പുരാനെ. കർത്താവേ വചനങ്ങൾ ശ്രവിക്കുകയും മക്കളുടെ കാതുകൾക്ക് ഈ നിമിഷം തുറവിയുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ഈ നിമിഷം മുതല് ഈ മക്കളുടെ കാതുകൾക്ക് തുറവിയുണ്ടാകട്ടെ തമ്പുരാനെ. ആത്മീയ വചനങ്ങളാണെന്നറിയാൻ ഈ മക്കളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ തമ്പുരാനെ. കർത്താവേ ഓരോ നിമിഷവും നിന്റെ പരിശുദ്ധാത്മാവിൽ ഈ മക്കളെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ശക്തി ഈ മക്കളിലേക്ക് ഈ നിമിഷം ഒഴുകി ഇറങ്ങട്ടെ. യേശുവിന്റെ തിരുരക്ത അഭിഷേകം ഒഴുകട്ടെ തമ്പുരാനെ. തിരിച്ചവരുടെ അഭിഷേകം ഒഴുകി ഇറങ്ങട്ടെ. സകലവിധ കെട്ടുകൾ ഈ നിമിഷം പൊട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവിന്റെ ശക്തി മക്കളിലേക്ക് നിറയുമ്പോൾ സകലവിധ തിന്മകളുടെ കെട്ടുകളും യേശുനാമത്തിൽ അഴിഞ്ഞു പോകുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കർത്താവേ. ആ ബോധ്യത്തോടെ ഞങ്ങൾ ഇന്ന് ഈ ദൈവീക ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. ഈശോയെ കാക്കണമേ, പാലിക്കണമേ. കൃപയുടെ ആത്മാവ് ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. കൃപാവരത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിവിൻ ക്രിസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളാവും. നിങ്ങളുടെ ദരിദ്രഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇരിക്കെ. കർത്താവിൻ്റെ ശക്തി നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നിറയാൻ വേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാം മക്കളെ. അമ്മ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധ കന്യാമറിയം നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും കൃപയൊഴുകുമെന്നുള്ളത് തീർച്ചയാണ്.
അമ്മയുടെ അനുഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലുണ്ടാകാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ എന്നോടിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു, കുടുംബജീവിതത്തെക്കുറിച്ചും പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുമൊക്കെയാണ് ക്ലാസ് എടുക്കേണ്ടത്. കുടുംബജീവിതത്തിന്റെ ദൈവീകത എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 2-ാം അധ്യായത്തില് 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും. അവന്റെ അസ്ഥി എന്നുള്ള അസ്ഥിയും മാംസത്തിനുള്ള മാംസവും എടുത്ത് അവൻ സ്ത്രീക്ക് രൂപം നൽകി. പുരുഷൻ മാതാപിതാക്കളെ വിട്ട് അവളോട് ചേരും, അവർ ഏക ശരീരമായി തീരും. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം, ഒരു ക്രിസ്ത്യൻ കുടുംബം ആരംഭിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം തൊട്ട്. ഞാൻ സീറോ മലബാർ സഭയിലെ അംഗമാണ്. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഏക മനസ്സോടുകൂടി ഒന്നിച്ച് ജീവിച്ചു കൊള്ളാമെന്ന ഒരു പ്രതിജ്ഞ വിശുദ്ധ ഗ്രന്ഥത്തിൽ തൊട്ട് എടുത്തുകൊണ്ടാണ് ഒരു കുടുംബജീവിതം ആരംഭിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥം തൊട്ടുകൊണ്ട് നമ്മൾ പറയുകയാണ്, ഏക മനസ്സോടുകൂടി ഞങ്ങൾ ജീവിച്ചു കൊള്ളാമെന്ന്. സന്തോഷത്തിലും സുഖത്തിലും ദുഃഖത്തിലും എല്ലാം. മക്കളെ, ജീവിതത്തില് ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിലേക്ക് കൃപയൊഴുകപ്പെടുന്നത്. ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ കൃപാഭിഷേകത്താൽ ഞാനും നീയും നിറയപ്പെടുന്നത്. ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് കുടുംബത്തിന് രൂപം കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾക്ക് കെട്ടുറപ്പുണ്ടാകുന്നത്. ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് നിന്റെ കുടുംബത്തിലേക്ക് തമ്പുരാൻ കർത്താവിന്റെ കൃപയൊഴുകപ്പെടുന്നത്. ഏക മനസ്സോടുകൂടി ജീവിക്കുമ്പോഴാണ് നിന്റെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ജീവിതത്തില് ഈ ഏക മനസ്സെന്ന് പറയുന്നത് ആർക്കും വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്ത വിധം അത്രമാത്രം പവിത്രവും പരിപാവനവുമായിരിക്കണം ഈ ഏക മനസ്സ് എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തില് 6-ാമത്തെ തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുകയാണ്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അത്രമാത്രം പവിത്രവും പരിപാവനവുമായിരിക്കണം ഓരോ കുടുംബജീവിതം എന്ന് പറയുന്നത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. വിവാഹം ദൈവിക നിയമമാണ്. ക്രിസ്തു അത് കൂദാശയായി ഉയർത്തി. കൂദാശ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയും ആ കൂദാശയിൽ കെട്ടപ്പെട്ട് ജീവിക്കുന്ന ജന്മങ്ങളായി തീരണം. കൂദാശയിൽ കെട്ടപ്പെട്ട് ജീവിക്കണം മക്കളെ. ജീവിതത്തില് ഈ കൂദാശയിൽ കെട്ടപ്പെട്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമ്മളിലേക്ക് കൃപ ഒഴുകപ്പെടുകയുള്ളൂ. ഏക മനസ്സോടുകൂടി ജീവിക്കണം. ഞാൻ ഈ വിവാഹത്തിനൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ഈ 2 അരുവികള്, എന്നോ രൂപപ്പെട്ട 2 അരുവികള്. ഒരു ചെറിയ അരുവി ഉണ്ടാകണമെങ്കിൽ അതിന് മുകളില് ഒരു ഉറവയുണ്ടാകണം. വേണ്ടേ? ഒരു ഉറവയുണ്ടെങ്കിൽ മാത്രമാണ് ഒരു അരുവി ഉണ്ടാകുള്ളൂ, അല്ലേ? അത് ഞാന് 1970 ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ പാരമ്പര്യം അനുസരിച്ച് ഒരു 2 വയസ്സും 3 വയസ്സൊക്കെ കൂടുതലുള്ള ഒരു വ്യക്തിയെ ആണ് ഒരു പുരുഷൻ അവന്റെ ജീവിത പങ്കാളിയെ സ്വീകരിക്കുന്നത്. ഒരു 70-ൽ പുറപ്പെട്ട ഒരു കൊച്ചരുവി, ഒരു 72-ൽ പുറപ്പെട്ട ഒരു അരുവിയെ സ്വീകരിക്കുന്നുവെങ്കിൽ ഞാനിങ്ങനെ പറയാറുണ്ട്, 70-ല് ഏതോ മലമുകളിൽ നിന്ന് പുറപ്പെട്ട ഒരു കൊച്ചരുവിയാണ്. ഞാൻ കഴിഞ്ഞ 10 വർഷക്കാലം പരപ്പ് ധ്യാന കേന്ദ്രത്തിൽ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. അപ്പം ഞാൻ പറയും, ഞങ്ങൾ കോട്ടയം പ്രൊവിൻസിലെ അംഗമാണ്. ഞാൻ പയ്യെ കോട്ടയത്ത് നിന്ന് ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈ സമയത്തൊക്കെ ഭംഗിയുള്ള ഒത്തിരി കാഴ്ചകളുണ്ട്. ഈ ചെറിയ ചെറിയ ഉറവകൾ മലമുകളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഈ പാറക്കെട്ടിലൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന കാണാം. നിങ്ങൾ ഹൈറേഞ്ചിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടുന്ന ഒരരുവി ചെറിയ അരുവിയായിരിക്കും, തുടങ്ങുന്നത് ഒരു ഉറവിയായിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അവിടുന്നും ഇവിടുന്നും അതും ഇതൊക്കെ ശേഖരിച്ച് ചെറിയ ചെറിയ തുള്ളി ജലങ്ങളൊക്കെ ശേഖരിച്ച് അത് പയ്യെ പയ്യെ വലുതായി 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 വരുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്ത് പൊട്ടിപ്പുറപ്പെട്ട അരുവിയ നിങ്ങൾ ഓരോരുത്തരും. ലോകത്തിൽ നിന്ന് അതും ഇതും സ്വീകരിച്ചുകൊണ്ട്, നിന്റെ കുടുംബത്തിൽ നിന്ന് അതും ഇതും സ്വീകരിച്ചുകൊണ്ട് നിന്റെ ഒഴുക്ക് നീ കൂട്ടുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ പ്രതിബന്ധങ്ങളുണ്ടാകാം, അതിനെയൊക്കെ നീ ഓവർകം ചെയ്യും. ഓവർകം ചെയ്ത് പയ്യെ പയ്യെ കുറച്ച് കഴിയുമ്പോൾ ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോൾ രണ്ടരുവികൾ, തെക്ക് നിന്നും വടക്ക് നിന്നും വേണമെങ്കിൽ പറയാം, തെക്ക് നിന്നും വടക്ക് നിന്നുമുള്ള രണ്ടരുവികൾ ഒന്നു ചേരുന്ന ഒരു കൂദാശയാണ് വിവാഹം എന്ന് പറയുന്നത്. ശരിയല്ലേ? തെക്ക് നിന്നുള്ള അരുവിയുടെ വെള്ളവും വടക്ക് നിന്നുള്ള അരുവിയുടെ വെള്ളവും ഒന്നിച്ചു ചേർന്നു. ഒഴുക്കിന് ആക്കം കൂടുന്നു, ഒഴുക്കിന് ആക്കം കൂടുന്നു. ഈ രണ്ടരുവികളിലെ വെള്ളം, ഒരരുവിയിലെ വെള്ളം കലക്കൽ വെള്ളമാണെങ്കിലാ, തെക്ക് നിന്ന് വരുന്ന വെള്ളത്തിൽ കലക്ക വെള്ളമാണെങ്കിലാ, വടക്ക് നിന്ന് വരുന്ന വെള്ളം തെളിഞ്ഞ വെള്ളമാണെങ്കിലാ, ഈ കലക്ക വെള്ളവും ഈ തെളിനീരും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന ബന്ധമാണ് വിവാഹ ജീവിതം എന്ന ബന്ധം. ഇവിടെ നിന്ന് ഈ കലക്കൽ, ഈ വെള്ളം രണ്ടായി തീർന്നു കഴിഞ്ഞാൽ, വെള്ളത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും വെള്ളത്തെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. ഇത് ഇന്ന അരുവിയിലെ വെള്ളം, ഇത് ഇന്ന അരുവിയിലെ വെള്ളം പറ്റില്ല. ഇതുപോലെ പവിത്രവും പരിപാവനവുമായി ഇരിക്കണം. ജലത്തോട് ചേർന്ന് കഴിഞ്ഞാൽ ജലത്തെ വേർതിരിച്ചെടുക്കാൻ സാധിക്കാത്തതുപോലെ പവിത്രവും പരിപാവനവുമായി ഇരിക്കണം. ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് രണ്ട് തെളിനീരുകൾ തമ്മിൽ ഒന്നിക്കുന്നതായിരിക്കണം കുടുംബജീവിതം എന്ന് പറയുന്നത്. ഈ കുടുംബജീവിതത്തിലേക്ക് നീ പ്രവേശിക്കുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കലക്ക വെള്ളങ്ങൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ നൂലുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ തിന്മയുടെ ലാഞ്ചനകൾ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും കലക്ക വെള്ളങ്ങൾ ഉണ്ടെങ്കിൽ, ഈ കലക്ക വെള്ളത്തെ തെളിനീരാക്കിക്കൊണ്ട് നീ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് കൃപയുടെ നീർച്ചാലുകൾ ഒഴുക്കുവാൻ സാധിക്കും. മക്കളെ, അവിടെ നിന്ന് പുറപ്പെടുന്ന ഓരോ കൊച്ചരുവിയും ചിലപ്പോൾ തടയണ കെട്ടുന്നതായിരിക്കാം. ഈ തടയണ കെട്ടിയിട്ട് ചെറിയ അരുവികള് വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നതാണ് നിന്റെ കുടുംബജീവിതത്തിൽ നിനക്ക് കിട്ടുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത്. കുടുംബജീവിതത്തിന്റെ ഫലം എന്ന് പറയുന്നത് മക്കളാ. ഈ മക്കളിലേക്കും നീ വീണ്ടും ഒഴുക്കി കൊടുക്കണം ജലങ്ങള്. അവനും അവൾക്കും കൊടുത്തു വളർത്തണം മക്കളെ. ജീവിതയാത്രയില് ഈ മക്കളിലേക്ക്, കൃപയുടെ മുകുളങ്ങളായ മക്കളിലേക്ക് അനുഗ്രഹങ്ങൾ ഒഴുക്കിക്കൊടുക്കുന്ന ജന്മങ്ങളാകണം ഓരോ കുടുംബനാഥന്മാരും കുടുംബനാഥകളും. മക്കളിലേക്ക് കൃപയൊഴുക്കണം. ചിലപ്പോഴ് ഈ സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചിലപ്പോഴ് ചില ചേറൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് വന്ന് വീഴും. അതെടുത്തു മാറ്റണം. നമ്മൾ ചിലപ്പോൾ അറിയില്ല, സാഹചര്യത്തിന് തള്ളിൽപ്പെട്ടുകൊണ്ട് ചില ചേറുകളൊക്കെ നിന്റെ കുടുംബജീവിതം സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബജീവിതത്തിലേക്ക് വന്നു വീഴും. ഈ ചേറ് ചിലപ്പോൾ നിന്റെ കുടുംബജീവിതത്തെ കലക്കും, ചിലപ്പോൾ നിന്റെ കുടുംബജീവിതത്തെ കലക്കിയെറിയും. ഈ കലക്കേറിയുന്ന കുടുംബജീവിതത്തിൽ നിന്ന് നീ നിന്റെ ചേറിനെ എടുത്തു മാറ്റണം. കലക്കവെള്ളത്തെ നീ വീണ്ടും വിശദീകരിച്ചുകൊണ്ട് നല്ല വെള്ളമാക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ മാത്രമാണ് വീണ്ടും കുടുംബജീവിതങ്ങൾ പവിത്രമാവുകയുള്ളൂ. ഏതെങ്കിലും തരത്തില് കുടുംബജീവിതത്തിലേക്ക് ജീവിത പങ്കാളിൽ നിന്ന് ചേറുകൾ വന്ന് വീണിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ചേറുകൾ വന്ന് വീണിട്ടുണ്ടെങ്കിൽ, നീ കാരണം വെള്ളം കലക്കവെള്ളമായി തീർന്നിട്ടുണ്ടെങ്കിൽ, ഈ കലക്കവെള്ളത്തിലേക്ക് വന്നിരിക്കുന്ന ചേറിനെ നീ എടുത്തു മാറ്റണം. അല്ലെങ്കിൽ ആ ചേറിനെ എടുത്തു മാറ്റാനുള്ള കുദാശയാണ് വിശുദ്ധ കുംഭസാരം അല്ലെങ്കിൽ അനുരഞ്ജന കുദാശ. തമ്പുരാന്റെ മുമ്പിൽ പോയി, തമ്പുരാനെ, നീ എനിക്ക് തന്ന ഉറവകടങ്ങൾ ഒരിക്കലും കലക്കവെള്ളം ഉൽപ്പാദിപ്പിക്കില്ല. നീ എനിക്ക് തന്നത് ശുദ്ധമായ വെള്ളമാ. അവിടെ എൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട്
കലക്കവെള്ളമായി തീർന്നിട്ടുണ്ട് തമ്പുരാനെ. ഈ കലക്കവെള്ളത്തെ പ്യൂരിറ്റിയുള്ള വെള്ളമാക്കി എന്നെ ഒന്ന് മാറ്റിത്തരണമേ എന്ന് തമ്പുരാന്റെ അനുരഞ്ജന ശുശ്രൂഷയിൽ നീ ഏറ്റുപറ. തമ്പുരാൻ നിന്റെ കലക്കവെള്ളത്തെ സ്വീകരിച്ച് അതിലടഞ്ഞു കിടക്കുന്ന കലക്ക ജലത്തെ വിശദീകരിച്ചുകൊണ്ട് തമ്പുരാൻ നിനക്ക് ശുദ്ധിയുള്ള ജലമുണ്ടാക്കി തരും. മക്കളെ, നിന്നെ പണ്ടൊക്കെ താഴ്ന്ന ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഈ ചെറിയ പേപ്പർ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ, പേപ്പർ കഷ്ണ പേരുണ്ട്, അത് മറന്നുപോയി, ആ പേപ്പർ കഷ്ണം എടുത്തിട്ട് ഇനി കുമ്പിൾ കൂട്ടിയിട്ട് കലക്കവെള്ളം അതിലേക്ക് ഒഴിക്കുമ്പോൾ അത് തെളിനീരായി മാറും. ഇതുപോലെ അരിപ്പയുള്ള പേപ്പർ കഷ്ണങ്ങളാണ് ഓരോ കുമ്പസാരക്കൂടും. ഈ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ നീ ജീവിച്ചു മുന്നേറിയപ്പോൾ ഏതെങ്കിലും തരത്തിൽ കലക്കവെള്ളത്തിലേക്ക് നീ കൂപ്പുകുത്തി വീണിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ അരിപ്പയിലൂടെ കടന്നുപോയി, വിശുദ്ധ കുമ്പസാരമെന്ന അരിപ്പയിലൂടെ കടന്നുപോയി നിന്നെ വിശുദ്ധിയുള്ള ജലമാക്കി തീർക്കുമ്പോഴാ കുടുംബജീവിതത്തിലേക്ക് വിശുദ്ധി വരികയുള്ളൂ. കുറ്റം പറച്ചിലിൻ്റെ ആയിരിക്കാം, അസൂയയുടെ ആയിരിക്കാം, എന്തിൻ്റെയൊക്കെ ആണെങ്കിലും ഈ കലക്കവെള്ളത്തെ നീ ശുദ്ധവെള്ളമാക്കി തീർക്ക്. കലക്കവെള്ളത്തെ ശുദ്ധവെള്ളമാക്കി തീർത്ത് സ്വച്ഛമായി ഒഴുകുന്ന ഒരു കുടുംബജീവിതത്തിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും തരത്തിൽ അവന്റെയാണ് അവളുടെയാണ് കുറ്റമെന്ന് പറയാതെ ഞാൻ വഴിയാലെ അടിച്ചുകൊണ്ട് എനിക്ക് തെറ്റുപറ്റിയെന്ന ഉത്തമമായ ബോധ്യത്തോടുകൂടി എവിടെയെങ്കിലും തെറ്റിന്റെ കൂമ്പാരങ്ങൾ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ അവിടെയെല്ലാം കുടുംബജീവിതത്തെ പവിത്രമാക്കിക്കൊണ്ട് ദൈവത്തിലേക്ക് നടന്നെടുക്കുവാൻ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1665 ഖണ്ഡികയിൽ സഭാ മക്കളെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തീയ കുടുംബം ഒരു ഗാർഹിക സഭയാണ്. ഈ സഭയിലേക്ക് ഞാൻ മൂലം ഏതെങ്കിലും തരത്തില് കലക്കവെള്ളത്തിൻ്റെതായ എന്തെങ്കിലും ആവശ്യങ്ങൾ പരത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ വിശദീകരിക്കുമ്പോഴാണ് ഈ ഗാർഹിക സഭയിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് വിശുദ്ധി ഒഴുകുകയുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2204 ഖണ്ഡികയില് പറയുകയാണ്, ക്രൈസ്തവ കുടുംബം സഭാത്മകമായ കൂട്ടായ്മയുടെ സവിശേഷമായ പ്രദർശനവും സാക്ഷാത്കാരവുമാണ്. വിശുദ്ധമായ കുടുംബം നിനക്ക് ഏറ്റവും നല്ല വിശുദ്ധമായ കുടുംബത്തിന്റെ മാതൃകയാണ് നസറത്തിലെ തിരുക്കുടുംബം. യേശുവും ഔസേപ്പും മാതാവും ഇരുന്ന നസറത്തിലെ തിരുക്കുടുംബത്തിന്റെ വിശുദ്ധിയിലേക്ക് നിന്റെ കുടുംബത്തെ വളർത്തുമ്പോൾ മാത്രമാണ് കുടുംബജീവിതം പവിത്രവും പരിപാവനവുമാവുകയുള്ളൂ. നസറത്തിലെ കുടുംബത്തിന്റെ വിശുദ്ധിയിലേക്ക് നിന്റെ കുടുംബത്തെ വളർത്തുവാൻ നിനക്ക് സാധിക്കണം. മകനെ ചേർത്ത് നിർത്തുന്ന ഏതൊരു സഹനവേളയിലും മകനെ ചേർത്ത് നിർത്തുന്ന ആ അമ്മയുടെ വാത്സല്യനിധികളായി തീരണം നിങ്ങൾ ഓരോരുത്തരും. മറിയത്തിന്റെ സാന്നിധ്യം കുടുംബത്തിലുണ്ടാകണം. നിന്റെ കുടുംബത്തിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് മറിയത്തിന്റെ സാന്നിധ്യമുള്ള കുടുംബമായിരിക്കണം. ഏതെങ്കിലും തരത്തിൽ പാപകരമായ ജീവിതത്തിലൂടെ അമ്മയുടെ സൗന്ദര്യവും അമ്മയുടെ തേജസ്സും അമ്മയുടെ എല്ലാം അമ്മയുടെ സുഗന്ധാഭിഷേകവും എല്ലാം നിന്റെ കുടുംബത്തിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയുടെ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി, അമ്മയുടെ സാന്നിധ്യത്തിന്റെ അടയാളമായ സുഗന്ധാഭിഷേകത്തിന് വേണ്ടി നീ അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ വേണ്ടി നീ തുടങ്ങുമ്പോൾ പഴയ ജീവിത രീതികളിൽ കടന്നു വന്നിരിക്കുന്ന തിന്മയുടെ എല്ലാ ലാഞ്ചനകൾ മാറ്റിക്കൊണ്ട് വിശുദ്ധമായ കുടുംബജീവിതത്തിന് വേണ്ടി നീ ശ്രമിക്കുമ്പോൾ അമ്മ മാതാവ് നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ കലവറ ഒഴുക്കി നൽകും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ആ മാതൃസ്നേഹത്തിലേക്ക്, അമ്മയുടെ സംരക്ഷണത്തിലേക്ക് ആത്മാർത്ഥമായൊരു പോക്ക് വേണം നമുക്ക്. വിശുദ്ധമായ കുടുംബജീവിതത്തിന് ഏറ്റവും നല്ല മാതൃകയെന്നത് നസറത്തിലെ കുടുംബമാണ്. എൻ്റെ കുടുംബത്തെ നസറത്തിലെ കുടുംബവുമായി ഒന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്കൊത്തിരി ബലഹീനതകളുണ്ടായിരിക്കാം. എൻ്റെ ബലഹീനതകളെ ബലങ്ങളാക്കി തീർത്തുകൊണ്ട് നസറത്തിലെ കുടുംബത്തിൻ്റെ പരിശുദ്ധി എൻ്റെ കുടുംബത്തിലേക്ക് മാറ്റിത്തരണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം
ആയിത്തീരണം നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധ കന്യകാമറിയം മാതൃസ്വഭാവത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. അവള് പരിശുദ്ധ കന്യകാമറിയം പൂർണ്ണ അനുസരണത്തിന്റെ മാതൃകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തില് 38-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവൾ പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 494-ാമത്തെ ഖണ്ഡികയില് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന്റെ വാക്കിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം ദൈവത്തിന്റെ അമ്മയായി എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവത്തിന്റെ വാക്കിന് പ്രത്യുത്തരം നൽകിക്കൊണ്ട് മറിയം ദൈവത്തിന്റെ അമ്മയായി മാറി. വിശുദ്ധ ഇരണൈവസ് പറയുന്നു, സ്വന്തം അനുസരണം മൂലം മറിയം തനിക്കും മാനവ വംശം മുഴുവനും രക്ഷാഹേതുവായി തീർന്നുവെന്ന് വിശുദ്ധ ഇരണൈവസ് പറയുന്നു. അതോടൊപ്പം തന്നെ പറയുകയാണ്, ധിക്കാരം മരണം നൽകുന്നു. ആദിമാതാപിതാക്കന്മാരുടെ ധിക്കാരം മരണം നൽകുന്നു, അനുസരണം ജീവൻ നൽകുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ധിക്കാരങ്ങളോ ആ കുടുംബ ജീവിതത്തിന്റെ മരണത്തിലേക്ക് നയിക്കുന്നു. കുടുംബ ജീവിതത്തിലെ അനുസരണങ്ങള് ആ കുടുംബ ജീവിതത്തിലേക്ക് ജീവൻ നൽകുന്നു. ജീവിത പങ്കാളിയെ ധിക്കരിക്കുമ്പോഴ്, മാതാപിതാക്കന്മാരെ ധിക്കരിക്കുമ്പോഴ്, മക്കളെ ധിക്കരിക്കുമ്പോഴ് അവിടെ മരണം സംഭവിക്കുന്നു. ആ കുടുംബത്തില് മാതാപിതാക്കന്മാരെ അനുസരിക്കുമ്പോഴ്, ജീവിത പങ്കാളിയെ അനുസരിക്കുമ്പോഴ് അവിടെ ജീവൻ വരുന്നു. ഈ ജീവനുള്ള കുടുംബങ്ങളായി മാറാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾക്ക് സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, എവിടെയെങ്കിലും നമ്മുടെ കുടുംബത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ധിക്കരിക്കാറുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ, ആ വ്യക്തി, എൻ്റെ ജീവിത പങ്കാളിയുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം എനിക്കാ, എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ ധിക്കരിക്കാറുണ്ടോ? അതല്ല അമ്മ നൽകിയ മാതൃക, പൂർണ്ണ അനുസരണത്തിന്റെ മാതൃകയാണ്. ഔസേ പിതാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന അമ്മയുടെ മാതൃക നീ പേറുവാൻ നിനക്ക് സാധിക്കട്ടെ. എവിടെയെങ്കിലും അനുസരണക്കേട് നിനക്കുണ്ടെങ്കിൽ അവിടെ കൃപയുണ്ടാകില്ല. കൃപയൊഴുകണമെങ്കിൽ അനുസരണം ആവശ്യമാ. നിന്റെ ജീവിത പങ്കാളിയെ ധിക്കരിച്ചാല്, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മാതാപിതാക്കന്മാരെ ധിക്കരിച്ചാല് നിന്റെ കുടുംബത്തിലേക്ക് കൃപയൊഴുകില്ല. കൃപയുടെ നീർച്ചാൽ അടയ്ക്കുന്നതാണ് അനുസരണക്കേട് എന്ന് പറയുന്നത്. കുടുംബത്തിലേക്ക് അസ്വസ്ഥതകളും ബന്ധനങ്ങളും എല്ലാം കടന്നു വരുന്നതിന്റെ ചാലാണ് അനുസരണക്കേടെന്ന് പറയുന്നത്. നിന്റെ കുടുംബത്തിൽ അനുസരണക്കേണ്ട ദുരാത്മാവുണ്ടെങ്കിലോ ആ ദുരാത്മാവിനെ അമ്മയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിനക്ക് സാധിക്കട്ടെ. ഇപ്പൊ ചിലപ്പോഴ് ഇവിടെ ഇരിക്കുന്നവർ പറയും, എന്നെ എൻ്റെ കെട്ടിയോൻ അനുസരിക്കുന്നില്ല, എന്നെ എൻ്റെ കെട്ടിയോൾ അനുസരിക്കുന്നില്ല, മക്കൾ അനുസരിക്കുന്നില്ല, എനിക്ക് മാത്രം ഒരു കുഴപ്പമില്ല. അങ്ങനെയൊന്നുമല്ല. നമുക്കും കുഴപ്പമുണ്ടായിരിക്കും. നമ്മുടെ കുഴപ്പങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. മറ്റുള്ളവരെ നന്നാക്കാൻ നീ നോക്കണ്ട. നീ നിന്നെ തന്നെ നന്നാക്ക്. ജീവിതത്തില് നിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയാണ്, നിന്റെ ശരീരത്തിന്റെ സമർപ്പണമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. നിന്റെ ശരീരത്തിന്റെ വിശുദ്ധിയാണ്, ശരീരത്തിന്റെ സമർപ്പണമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. അനുസരണക്കേട് ഏതെങ്കിലും തരത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ടെങ്കിൽ അത് മാറ്റണം. അനുസരണക്കേട് മാറ്റുമ്പോഴാ ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടിപ്പായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോഴാ നിന്റെ കുടുംബത്തിലേക്ക് കൃപ ഒഴുക്കപ്പെടുന്നത്. മക്കളെ, നമ്മുടെയൊക്കെ ഈ കൃപയുടെ നീർച്ചാലില് ചെറിയ തരിമണൽ കാണും അനുസരണക്കേടിൻ്റെ. അതെടുത്ത് മാറ്റണം. അത് വിഷയമില്ല. നമ്മൾ വിചാരിക്കും ഒരു ചെറിയ നീർച്ചാലാണെങ്കിൽ അതിൽ ചെറിയ മണൽത്തരികൾ, ഒരു ചാക്ക് മണൽത്തരി കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ
പിന്നെ ആ നീർച്ചാലിൻ്റെ ചാലടഞ്ഞു. പക്ഷെ ഒരു മണൽത്തരി ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചാല് പിന്നെയും വരും. പക്ഷേ ഇത് കുന്നുകൂട്ടിയിട്ടേക്കുക. പിന്നെ എങ്ങനെ കുടുംബത്തിലേക്ക് കൃപ ഒഴുകുന്നത്? കുടുംബത്തിലേക്ക് കൃപ ഒഴുകണമെങ്കിൽ കൃപയുടെ നീർച്ചാലിലേക്ക് കടന്ന് അടഞ്ഞു കൂടിയിരിക്കുന്ന ചെറിയ ചെറിയ പാപങ്ങൾ, ചെറിയ ചെറിയ പാപങ്ങൾ നമ്മൾ ലാറ്റിൻ കുർബാന ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുമ്പസാരിച്ച് കഴിയുമ്പോൾ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്ത പാപങ്ങൾ, മക്കളെ, വിചാരത്താൽ ചെയ്ത പാപങ്ങൾ ഓരോന്നും തമ്പുരാൻ്റെ അനുരഞ്ജന കൂദാശയുടെ മുമ്പിൽ എടുത്തു പറയുമ്പോഴാ നിന്റെ കുടുംബത്തിലേക്ക് കൃപയുടെ നീർച്ചാലിലെ ഓരോ മണൽത്തരികളും എടുത്തു മാറ്റപ്പെടുന്നത്. മനസ്സുകൊണ്ട് ദേഷ്യപ്പെട്ടു, മനസ്സുകൊണ്ട് ഞാനെൻ്റെ ജീവിത പങ്കാളിയുടെ അനുസരണക്കേട് കാണിച്ചു. ചിലപ്പോൾ ഒന്നും പറയാറൊന്നുമില്ല. പള്ളിയിലൊക്കെ പോകുന്ന എല്ലാ ദിവസവും, ഇവിടെ IMS എല്ലാ തിങ്കളാഴ്ചയും എല്ലാ പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കൊക്കെ പങ്കെടുക്കുന്നതാ. അതുകൊണ്ട് മാത്രം ഞാനൊന്നും പറയാതെ നിൽക്കുന്നതാ. ഒന്നും പറയാറില്ല ജീവിത പങ്കാളിയോട്, മക്കളോടും ഒന്നും പറയാറൊന്നുമില്ല. എല്ലാ പണിയൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. 4 മണിക്ക് എഴുന്നേറ്റ് എല്ലാ പണിയും കഴിഞ്ഞ് എല്ലാം വെച്ച് വിളമ്പി എല്ലാവർക്കും ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്ന് ഈ IMS വന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നതെന്ന് നിങ്ങൾക്കൊന്നും അറിയത്തില്ല. ചിലരുടെ പരിദേവനങ്ങളാണ്. ഈ പരിദേവനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃപയുണ്ടാകില്ല. മനസ്സുകൊണ്ടൊരു വെറുപ്പുള്ളത് കൊണ്ടാണ് നീ ആ പരിദേവനം പറഞ്ഞത്. അല്ലെങ്കിൽ മകള് സഹായിച്ചില്ല, അപ്പം അമ്മയുടെ പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മകളോട് ചോദിച്ചു പാത്രം കഴുകി തരാൻ പറഞ്ഞു. അമ്മയുടെ പാത്രത്തിൻ്റെ ആ ശബ്ദം ഒന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്നാ സംഭവിച്ചതെന്ന്. ഒന്നും പറഞ്ഞൊന്നുമില്ല, ഭർത്താവിനോടും പറഞ്ഞില്ല, ഭാര്യയോടും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞൊന്നുമില്ല. മനസ്സുകൊണ്ട് ദേഷ്യം വന്നു. അവിടെ ഒരു ചവിട്ട് നാടകമൊക്കെ കളിച്ചു. പയ്യെ എല്ലാം ചെയ്ത് പൂർത്തിയാക്കി വന്നു. ഒരു കൃപയും കിട്ടത്തില്ല. അമ്മയോടോ അല്ലെങ്കിൽ അപ്പനോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അനുസരണക്കേടൊന്നും കാണിച്ചിട്ടില്ല. ദേഷ്യം വന്നതിൻ്റെ വെളിച്ചത്തിൽ വാതിലൊന്ന് കൊട്ടി അടച്ചു. വാതിൽ സാധാരണ എന്ന് ചെറുതായിട്ട് അടയ്ക്കുന്നതാണ്. അന്ന് ദേഷ്യപ്പെട്ടു പോയപ്പോൾ വാതിലടയ്ക്കുമ്പം എങ്ങനെ അടയ്ക്കുന്നത് നിങ്ങൾക്കറിയാം. അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയതാ. അന്നേരം ആ വാതിലിൻ്റെ പിടിച്ച ഒറ്റ വലി. അത് വേറെ ഒന്നും പറഞ്ഞില്ല. ഇവിടെ കൃപ നഷ്ടപ്പെടും. മക്കളെ, നിന്റെ മനസ്സിൽ വരുന്ന ഓരോ തിന്മയുടെ ലാഞ്ചനകളും അനുസരണക്കേട് മൂലം ഉണ്ടാകുന്ന ഓരോ തിന്മയും നിന്റെ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തും. അങ്ങനെയാകുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നീ തെറ്റേറ്റ് പറയുമ്പോൾ നമ്മൾ പറയും, എണ്ണമൊക്കെ പറയണം. ഞാൻ എൻ്റെ ഒരു ഭാഷയുണ്ട്, എണ്ണം പറയണം വണ്ണം പറയണം എന്നൊക്കെ. എണ്ണം പറഞ്ഞ് കുമ്പസാരിക്കണം. ഞാൻ 3 പ്രാവശ്യം ഭർത്താവിനോട് അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ അനുസരണക്കേട് കാണിച്ചു. അത് പറയണം. മനസ്സുകൊണ്ട് അനുസരണക്കേട് കാണിച്ചു. പാത്രത്തിൻ്റെ സൗണ്ട് കൂട്ടി 5 പ്രാവശ്യം ഞാൻ കഴുകി പാത്രം. 8 പ്രാവശ്യം ഞാൻ വാതിൽ കൊട്ടി അടച്ചു. അല്ലെ, അങ്ങനെ പറയണ്ടേ? എണ്ണം പറഞ്ഞല്ലേ കുമ്പസാരിക്കണ്ടേ? നമ്മൾ ഈ മാരകപാപം 5 പ്രാവശ്യം വ്യഭിചാരം ചെയ്തു, 5 പ്രാവശ്യം അബോർഷൻ ചെയ്തു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അതല്ല തമ്പുരാൻ പഠിപ്പിക്കുന്നത്. ചെറിയ പാപങ്ങളും, മനസ്സിൽ വന്ന ദേഷ്യം, ആ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരുത്തം വന്ന് വട്ടം ചാടിയപ്പോൾ മനസ്സുകൊണ്ട് ഒരു ചീത്ത പറഞ്ഞു. മനസ്സുകൊണ്ടാണ് ചീത്ത പറഞ്ഞത്. അടുത്തിരുന്ന ജീവിത പങ്കാളി പോലും കേട്ടില്ല. പക്ഷെ അതും പാപാ. മനസ്സുകൊണ്ട് പോലും ചീത്ത പറയാൻ പാടില്ല. അത് പറഞ്ഞ് കുമ്പസാരിക്കണം. അങ്ങനെ കുമ്പസാരിക്കുമ്പോഴേ നമ്മളിലേക്ക് കൃപ ഒഴുകത്തുള്ളൂ മക്കളെ. എങ്കിലേ പൂർണ്ണ സമർപ്പണത്തിലേക്ക് നമ്മൾ ചെന്നെത്താൻ പറ്റുകയുള്ളൂ. മറിയത്തിന്റെ പൂർണ്ണ സമർപ്പണത്തിന്റെ മാതൃകയിലേക്ക് നീയും ഞാനും ചെന്നെത്തണമെങ്കിൽ, അമ്മയുടെ മുമ്പിൽ വിശുദ്ധമായ ജീവിതം നയിക്കണമെങ്കിൽ അനുസരണം നമ്മുടെ മാതൃകയാക്കിക്കൊണ്ട് പൂർണ്ണമായ ശരീരത്തിലെ ഒരു അവയവങ്ങളും അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 967 ഖണ്ഡികയില് പറയുകയാണ്, മറിയം പിതാവിന്റെ ഹിതത്തിനും പുത്രന്റെ രക്ഷാകര പ്രവർത്തിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്തിനും സമർപ്പിച്ച സഭയ്ക്ക് വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും മാതൃക നൽകി.
ഈ മാതൃക നൽകണമെങ്കിൽ ശരീരത്തിനും മനസ്സിനുമെല്ലാം വിശുദ്ധി ഉണ്ടാകണം. അമ്മയുടെ മുമ്പിൽ, ഈ IMS അമ്മയുടെ മുമ്പിൽ നീ പൂർണ്ണമായി സമർപ്പിക്കണമെങ്കിൽ നിന്റെ ശരീരത്തിനും മനസ്സിനും വിശുദ്ധി ഉണ്ടാകണം. ശരീരത്തിനും മനസ്സിനും വിശുദ്ധി ഉണ്ടാകാതെ നിന്റെ കുടുംബജീവിതത്തിന്റെ ജീവിത പങ്കാളിക്ക് നിന്നെ സമർപ്പിക്കാൻ പറ്റില്ല. ഏതെങ്കിലും തരത്തിൽ അശുദ്ധമായ വിചാരത്തോടു കൂടിയോ അശുദ്ധമായ വികാരങ്ങളോട് കൂടിയാണ് നിന്റെ കുടുംബജീവിതത്തിൽ നീ പെരുമാറുന്നതെങ്കിൽ അവിടെ സമ്പൂർണ്ണ സമർപ്പണമില്ല. സമ്പൂർണ്ണ സമർപ്പണമാണ് അമ്മ ആഗ്രഹിക്കുന്നത്. സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി അമ്മയെ നെഞ്ചിലേറ്റി ചങ്കിലേറ്റി ജീവിക്കുന്ന മകനായി തീരണം, മകളായി തീരണം നീ. സമ്പൂർണ്ണ സമർപ്പണം വേണം. ഞാൻ പറയും, ആദ്യകാലഘട്ടങ്ങളില് നിന്റെ ഇടവക ദേവാലയത്തിന്റെ അൾത്താരുടെ മുമ്പിൽ നിന്ന് നീ ബൈബിൾ തൊട്ട് സത്യം ചെയ്ത് വിവാഹം എന്ന കുദാശയിലേക്ക് പ്രവേശിച്ച ഒരു ദിവസമുണ്ട്. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലാണ് പറയുന്നത്, പ്രേമിക്കുന്ന പെണ്ണുങ്ങള്, പ്രേമിക്കുന്ന ആൺകുട്ടികള് ഇരുന്ന് സംസാരിക്കുന്ന കാണാം. നിങ്ങൾ ചിലപ്പം ഇവിടെ മാതാപിതാക്കന്മാരെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. മക്കളെ ഒന്നും കാണുന്നില്ല, മക്കളൊക്കെ പഠിക്കാൻ പോയത്. അതുകൊണ്ടാ ഇങ്ങനെ അമേരിക്കയിലും ജർമ്മനിയിലും അവിടെയൊക്കെ കിടക്കുന്നതുകൊണ്ട് ആരും മക്കളൊന്നുമില്ല. ഓക്കെ, സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ഈ പ്രേമബന്ധം മൂത്തിരിക്കുന്ന ഒരു അവസ്ഥയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അമ്മ ചോറുണ്ണാൻ വിളിച്ചാൽ അറിയത്തില്ല. വിളിച്ചോണ്ടിരിക്കുക 1.5 മണിക്കൂറായി, 2 മണിക്കൂറായി. ചിലപ്പോൾ ചേട്ടന്മാര് ഈ ചീട്ട് കളിക്കുന്ന ചേട്ടന്മാരുണ്ടാകും. ഈ കടൽ തീരത്തോടെ ഇവിടെയൊക്കെ ചീട്ട് കളിക്കുന്ന ചേട്ടന്മാരുണ്ടാകും. ചുമ്മാ റമ്മിയൊന്നും അല്ല കളിക്കുന്നത്, പൈസ വെച്ചുള്ള കളിയൊന്നും അല്ല, ചുമ്മാ എന്തോ കഴുതിയൊക്കെ കളിച്ചോണ്ടിരിക്കുന്നത്, എന്തോ കളിയെ കളിച്ചോണ്ടിരിക്കുന്നത്. ആ അവസരത്തിൽ ഭാര്യ വിളിക്കുക, ചേട്ടാ ഭക്ഷണം കഴിക്കാൻ അനങ്ങത്തില്ല. അവിടുന്ന് ആ കളിയുടെ ജ്വരത്തിൽ നിൽക്കുമായിരിക്കും. ചിലപ്പോൾ മക്കൾ ഫുട്ബോൾ കളിക്കുമായിരിക്കാം. അതിന്റെ ജ്വരയിൽ നിൽക്കുമ്പോൾ മക്കൾ വിളിച്ചു കഴിഞ്ഞാൽ വരത്തില്ല. ഈ അവസ്ഥയാണ് തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ആ കളിയോടുള്ള സ്നേഹം, ചുറ്റുകളിയോട്, ഫുട്ബോളിനോട്, അങ്ങനെ ഗെയിംസിനോടുള്ള സ്നേഹം, അല്ലെങ്കിൽ പ്രേമബന്ധത്തിലേക്ക് കുരുങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തികളുടെ സംസാരത്തില് പരിസരബോധം മറക്കുന്ന ഒരവസ്ഥയുടെ സ്നേഹത്തിലേക്ക് നീ കടന്നു വരണം. ഈ പരിസരബോധം മറക്കുന്ന സ്നേഹം നീ ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്റെ അമ്മയോടായിരിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുമ്പിലിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ ബലിപീഠത്തിന് മുമ്പിൽ നീ ആരാധന നടത്തുമ്പോൾ, നീ കുടുംബത്തിന്റെ സന്ധ്യാപ്രാർത്ഥന നടത്തുമ്പോൾ, ഈ അവസ്ഥയിലേക്ക് നീ കടന്നു വരണം. 2 കമിതാക്കൾ തമ്മിലിരുന്ന് സ്നേഹ സംഭാഷണം നടത്തുന്ന പോലെ ആയിരിക്കണം ഒരാരാധനയുടെ മുമ്പിൽ ഒരു ക്രൈസ്തവൻ ഇരിക്കേണ്ടത്. 2 കമിതാക്കൾ, ഒരു ചേട്ടനും 5 പേരിരുന്ന് റമ്മി കളിക്കുമ്പോഴുള്ള ആ ആവേശമായിരിക്കണം പരിശുദ്ധ കന്യകാമറിയത്തിന് മുമ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ. ഒരു ഫുട്ബോൾ കോർട്ടിൽ നിന്ന് കളിക്കുന്ന ആവേശമായിരിക്കണം അമ്മയുടെ മുമ്പിലിരുന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ. മക്കളെ, സ്നേഹ സംഭാഷണം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ കമിതാക്കളുടെയാണ്. ഒന്നും അറിയാതെ ഇരിക്കുന്ന ആ കമിതാക്കളെ പോലെ ഒന്നും അറിയാതെ ഈ ബലിപീഠത്തിന്റെ മുമ്പിൽ വന്നിരുന്ന, ഈ ദിവികാരുണ്യ ആരാധനയുടെ മുമ്പിൽ വന്നിരുന്ന നീ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുമ്പോൾ നിന്റെ ശരീരവും ക്രിസ്തുവിന്റെ ശരീരവും ഏക ശരീരമായി തീരുന്ന അവസ്ഥയിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് കൃപയുടെ നീർച്ചാൽ ഒഴുകപ്പെടും. മക്കളെ, ആ അവസ്ഥയിലേക്ക് നീ കടന്നു വരണം. ആ അവസ്ഥയിലേക്ക് നീ കടന്നു വരുമ്പോഴാ കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകളും കുടുംബത്തിന്റെ സങ്കടങ്ങളും കുടുംബത്തിന്റെ വേദനകളും എല്ലാം കർത്താവ് ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വരണം. 100 കൂട്ടം കാര്യത്തിന്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രണ്ട് കമിതാക്കള് 100 കൂട്ടം കാര്യങ്ങള്, അവനും അവളും. അപ്പൊ അവൻ ഇരുന്ന് ഫോണിൽ കളിക്കുന്നു, വേറെ 100 കൂട്ടം കാര്യം ചെയ്യുന്നു. ഇവളാണെങ്കിൽ ഫോണും ഇല്ല, ഒന്നുമില്ല. ഇവന്റെ സംസാരം കേൾക്കാൻ മാത്രം വന്നിരിക്കുന്ന ഇവക്ക് ഒത്തിരി സമയം അവിടെ ഇരുന്ന് അവനോട് ഇവൻ അവളെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. കമിതാക്കളാണ് പോലും കമിതാക്കള്. അങ്ങനെയുള്ള പ്രേമബന്ധം കൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോവും. മനസ്സിലായില്ലേ? അത് 2 പേരോട് ഇരുന്ന് ഇണക്കലുകളെ പോലെ 2 പേരും ഇരുന്ന് അടുത്തിരുന്ന് സംസാരിച്ച് ജീവിക്കുമ്പോഴാ അതിനൊക്കെ ഒരു ദൃഢത വരുന്നത്. ഈ ദൃഢത വരുന്ന അവസ്ഥ വേണം. ഈ ദൃഢത വരുന്ന അവസ്ഥ നിന്റെ തമ്പുരാനോട് വേണം.
ഈ ദൃഢത വരുന്ന അവസ്ഥ തമ്പരാണ് ഉണ്ടാകുമ്പോൾ നിന്റെ കുടുംബത്തില് നിന്റെ കർത്താവ് നിന്റെ മണവാളനായിത്തീരുന്നതാ, നിന്റെ അമ്മ നിന്റെ മണവാട്ടിയായിത്തീരുന്നതാ. നിന്റെ അമ്മ നിന്റെ മണവാട്ടിയായി തീരുമ്പോഴാ, നിന്റെ കർത്താവിന്റെ മണവാളനായി തീരുമ്പോഴാ, നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കർത്താവിന് സ്ഥാനമുണ്ടാകുമ്പോഴാ, നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ അമ്മയ്ക്ക് സ്ഥാനമുണ്ടാകുമ്പോഴാ, നിന്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങളുടെ കലവറയൊഴിക്കപ്പെടും. മക്കളെ, നെഞ്ചിലേറ്റാൻ പഠിക്കണം, ചങ്കിലേറ്റാൻ പഠിക്കണം. നിന്റെ കർത്താവിനെയും നിന്റെ അമ്മയെയും നെഞ്ചിലേറ്റി ചങ്കിലേറ്റി ജീവിക്ക്. ഊണിലും ഉറക്കത്തിലും ദൈവിക ചിന്തകൾ ഉണ്ടാകട്ടെ, ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥന അനുഭവം ഉണ്ടാകട്ടെ. അങ്ങനെ അനുഭവം ഉണ്ടെങ്കിലേ മക്കളെ ദൈവവിചാരത്തിലേക്ക് അമ്മമാർക്കും അപ്പന്മാർക്കും നയിക്കാൻ പറ്റത്തുള്ളൂ. ഊണിലും ഉറക്കത്തിലും ദൈവിക ചിന്തയുണ്ടെങ്കിലേ മക്കളെ ദൈവിക വഴിയിലേക്ക്, ദൈവിക കൃപയിലേക്ക് അവന് നല്ലൊരു ദൗത്യം കൊടുത്ത് അനുഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അമ്മയുടെ ഒരു ദൗത്യം എന്ന് പറയുന്നത് കുട്ടികളെ ദൈവത്തിലേക്ക് നയിക്കുക എന്നതാണ്. ഈ കുട്ടികളെ ദൈവത്തിലേക്ക് നയിക്കണമെങ്കിൽ ഈ അമ്മയുടെ മനസ്സില് ദൈവിക ചിന്തകൾ ഉണ്ടാകണം, ദൈവിക വിചാരങ്ങൾ ഉണ്ടാകണം, ദൈവിക വാഗ്ദാനങ്ങൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ മക്കളിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റൂ. അപ്പനിലും അമ്മയിലും ഇല്ലാത്ത ദൈവിക ചിന്തകളും ദൈവിക വാഗ്ദാനങ്ങളും ഞാനും നീയും എങ്ങനെ മക്കളിലേക്ക് പകർന്നു കൊടുക്കുന്നതാ? മക്കളിലേക്ക് പകർന്നു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കന്മാരിലേക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം. കാനായിലെ കല്യാണ നാളില മകൻ ദൗത്യം ആരംഭിക്കുന്നത് അമ്മയുടെ വാക്കുമൂലമാണ്. അനുസരണയുള്ള മകൻ. ഇതുപോലെ അമ്മയുടെ വാക്കനുസരിക്കണമെങ്കിൽ ആ അമ്മയിലും അപ്പനിലും വിശുദ്ധി ഉണ്ടാകണം. അതിന് വിശ്വാസത്തിന്റെ കളരി എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഒക്കെ കുടുംബമാ. ഈ കുടുംബത്തിൽ വിശ്വാസത്തിന്റെ കളരിയില്ലെങ്കിൽ, ഈ കളരിയിൽ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിൽ പിന്നെ നമ്മുടെ ബൈബിൾ കളരി കൊണ്ടുവിട്ട് ഒരു കാര്യവുമില്ല. കുടുംബജീവിതത്തിന്റെ കളരിയിൽ നിന്ന് വിശ്വാസത്തിന്റെ വചനങ്ങൾ പഠിച്ചുകൊണ്ട്, ദൈവിക വചനങ്ങൾ പഠിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെ വചനങ്ങൾ പഠിച്ചുകൊണ്ട്, പരസ്പരം സഹകരിക്കുന്ന വചനങ്ങൾ പഠിച്ചുകൊണ്ട് മക്കൾ വളർന്നു വരുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിന്റെ കളരിയിലേക്ക് വിട്ടാലും, ബൈബിൾ കളരിയിൽ വിട്ടാലും, വേദപാഠ ക്ലാസ്സിൽ വിട്ടാലും മക്കൾ വളർന്നു വരികയുള്ളൂ. മക്കൾ വിശ്വാസത്തിൽ വളർന്നു വരണമെങ്കിൽ നിന്റെ കുടുംബ ജീവിതങ്ങളും കുടുംബ ബന്ധങ്ങളും വിശ്വാസത്തിന്റെ കളരിയായി മാറട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് യോഹന്നാന്റെ സുവിശേഷത്തില് 19-ാം അധ്യായത്തില് 26-27 തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിന്റെ അടുത്ത് മാതാവുണ്ടായിരുന്നു. നിന്റെ മാതാപിതാക്കന്മാർ അനുധാപനം ചെയ്യാൻ തുടങ്ങും നിന്റെ ഓരോ പ്രായത്തിലും. മക്കളെ, മറിയത്തെ ദൈവത്തിന് മാതാവായി സ്വീകരിച്ച് നമ്മളും നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിനായി സമർപ്പിക്കണം. അങ്ങനെ സമർപ്പിക്കണമെങ്കിൽ നമ്മളിൽ വിശ്വാസത്തിന്റെ കളരി ഉണ്ടാകണം. വിശ്വാസത്തിന്റെ ഒരു തീജ്വാല ജ്വലിക്കുന്ന ജന്മങ്ങളാകണം ഓരോ ക്രൈസ്തവ കുടുംബങ്ങളും. വിശ്വാസത്തിൽ തീജ്വാല ജ്വലിക്കുന്ന കുടുംബങ്ങളായി മാറുമ്പോഴാണ് ആ തീജ്വാലയെ പകർന്ന് ഒരു കുടുംബത്തെ നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. മക്കളെ, 12 സ്ലീഹന്മാരിൽ കുരുത്തെടുത്തതാ നമ്മുടെ ക്രൈസ്തവ സഭ എന്ന് പറയുന്നത്. അത് വിശ്വാസത്തിന് തീജ്വാലകളായിരുന്നു. പരിശുദ്ധ കന്യകാമറിയമാണ് ആ തീജ്വാലയ്ക്കെന്നും വിളക്കായിരുന്നു. അതുപോലെ ആയിരിക്കണം നിന്റെ കുടുംബ ജീവിതത്തില് വിളക്ക് അമ്മയായിരിക്കണം. പരിശുദ്ധ കന്യകാമറിയം ആയിരിക്കണം നിന്റെ കുടുംബ ജീവിതത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത്. അമ്മയുടെ കരങ്ങളിലേക്ക് നിന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ജന്മങ്ങളാകണം ഓരോ കുടുംബങ്ങളും കുടുംബ ജീവിതങ്ങളും. ആധുനിക കുടുംബങ്ങള് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മാതൃകയിൽ വളർന്നു വരണം. അവിടെ പ്രാർത്ഥനയുടെ ഐക്യം വേണം. മക്കളെ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2685 ഖണ്ഡികയില് ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥനയിൽ പരിശീലനം നേടാനുള്ള ആദ്യത്തെ വേദി ക്രൈസ്തവ കുടുംബമാണ്. പ്രാർത്ഥനയിൽ പരിശീലനം നേടാനുള്ള ആദ്യത്തെ വേദി എന്ന് പറയുന്നത് ക്രൈസ്തവ കുടുംബമാണ്. ഇവിടെ ക്രൈസ്തവ കുടുംബങ്ങൾക്ക്
ഈ പ്രാർത്ഥനാ ജീവിതത്തില് ഐക്യമില്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നിങ്ങളൊക്കെ ആലപ്പുഴക്കാരല്ലേ, അല്ലേ? ശരിയല്ലേ? ആണോ? ഇവിടെ വള്ളംകളിയൊക്കെയുള്ള സ്ഥലമല്ലേ? ഇല്ലേ? വള്ളമൊന്നും ഇല്ലേ? വള്ളമൊന്നും ഇല്ലേ? വെള്ളമുണ്ട്, വള്ളമുണ്ട്, ഇല്ലേ? ശരിയല്ലേ? ആണോ? എൻ്റെ പൊന്നെ, നിങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയോ? ഈ വള്ളം തുഴയുമ്പോൾ, ഞാൻ വള്ളമൊന്നും തുഴഞ്ഞിട്ടില്ല. ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എനിക്കറിയത്തുമില്ല. നിങ്ങൾക്കറിയാലോ? അത് മതി. ഈ വള്ളം തുഴയുമ്പോഴേ നമ്മള് ഒരു 3 പേര് ഇടത് സൈഡിലിരിക്കുന്നു, 3 പേര് വലത് സൈഡിലിരിക്കുന്നു. ഇടത് സൈഡിലിരിക്കുന്നവരും വലത് സൈഡിലിരിക്കുന്നവരും ആദ്യം ഒരേ ദിശയിലേക്ക് വള്ളം തുഴഞ്ഞ് കായലിന്റെ നടുക്കെത്തിയപ്പം ഇവൻ ഒരുത്തൻ പറഞ്ഞു, ഒരു വശത്തിരിക്കുന്നവർ തീരുമാനിച്ച് നമുക്ക് തിരിച്ചു പോകാം, മറുവശത്തിരിക്കുന്നവർ തീരുമാനിച്ച് നമുക്ക് അപ്പുറത്തേക്ക് പോകാം. അപ്പം ഇടതുവശത്തിരിക്കുന്നവര് തിരിച്ചു തുഴയാൻ തുടങ്ങി, വലതുവശത്തേക്ക് ഇരിക്കുന്നവര് ആദ്യം തുഴയുന്ന കണക്ക് തുഴഞ്ഞു. വള്ളത്തിന് എന്നാ സംഭവിക്കും? മുന്നോട്ട് പോവോ? ഇല്ല. ഒന്നുകിൽ വള്ളം വെള്ളത്തിൽ കിടന്ന് വട്ടം കറങ്ങും. ശരിയല്ലേ? വള്ളം വെള്ളത്തിൽ കിടന്ന് വട്ടം കറങ്ങും. മക്കളെ, നീ കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ നിന്റെ വള്ളങ്ങള് വെള്ളത്തിൽ കിടന്ന് വട്ടം കറക്കരുത്. ഐക്യം വേണം. ജീവിത പങ്കാളിയോട് ഐക്യപ്പെട്ട് ജീവിക്കണം. മക്കളോട് ഐക്യപ്പെട്ട് ജീവിക്കണം. എവിടെയെങ്കിലും ഐക്യത്തിന് കുറവുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഈ ചുണ്ടൻ വെള്ളത്തൊക്കെ മത്സരത്തിൽ കണ്ടിട്ടുണ്ട്, ഒരാളിങ്ങനെ ഒലക്ക കൊണ്ട് ഇങ്ങനെ കുത്തുന്ന കാണാം. അതിന് താളത്തിൽ കുറേ പേരും തുഴയും. ശരിയല്ലേ? ആ താളമാണ് അതിനെ മുന്നോട്ട് നയിക്കുന്നത്. ഈ താളത്തിൽ തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമരത്ത് നിൽക്കുന്നവൻ നേരെ ഓപ്പോസിറ്റ് വല്ലം തുഴഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്പീഡ് കുറഞ്ഞു പോവും. ഒരു 10 പേര് തീരുമാനിച്ചു നേരെ ഓപ്പോസിറ്റ് തുഴഞ്ഞേക്കാം, അത് മത്സരവും ശരിയാവത്തില്ല, വള്ളം ട്രാക്കെല്ലാം വിട്ടുപോകും. മക്കളെ, നിങ്ങൾ വള്ളം തുഴയുന്നവരാണെങ്കിൽ ഈ വള്ളത്തില് നിങ്ങൾ കയറിയിരുന്ന് തുഴയുമ്പോൾ പരസ്പര ധാരണ വേണം. എങ്ങോട്ട് തുഴയണമെന്ന് ധാരണ വേണം. ഈ ധാരണയ്ക്ക് ഭംഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വള്ളം മുന്നോട്ട് പോകില്ല. ഐക്യം വേണം. ദൈവത്തിന്റെ വചനത്തിൽ അധിഷ്ഠിതമായ ഐക്യം വേണം. കർത്താവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് മറിയത്തിന്റെ ഗുണങ്ങൾ എല്ലാം നിന്റെ കുടുംബജീവിതത്തിലേക്ക് പകർത്തിയെടുത്തുകൊണ്ട് അനുസരണത്തിന്റെ മക്കളായി തീർന്നുകൊണ്ട് ജീവിക്കുന്ന ജന്മങ്ങളാകാൻ നിങ്ങളാ. ഈ വള്ളം തുഴയുമ്പോൾ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടിയാ ഓരോ കുടുംബത്തിന്റെ വള്ളങ്ങൾ തുഴയുന്നത്. അവിടെ പ്രാർത്ഥനയാകുന്ന തുഴയുണ്ടായിരിക്കണം, അനുസരണമാകുന്ന തുഴയുണ്ടായിരിക്കണം, അതുപോലെ തന്നെ ക്ഷമയുടെ തുഴയുണ്ടായിരിക്കണം, ആത്മാർത്ഥയുടെ തുഴയുണ്ടായിരിക്കണം. എല്ലാം ഒരുമിച്ച് പോകണം. എവിടെയെങ്കിലും അനുസരണത്തിന് ഭംഗം വന്നാല്, രണ്ടുപേരും തന്നെ കടിപിടി കൂടി കഴിഞ്ഞാല് കുടുംബജീവിതത്തിൽ സ്നേഹത്തിന്റെ അരുവി പകർന്നു കൊടുക്കാൻ പറ്റില്ല. മക്കളിലേക്ക് പകരണം. അതാണ് അമ്മയുടെ മാതൃക. അമ്മയുടെ ഗുണങ്ങള്, മറിയത്തിന്റെ ഗുണങ്ങൾ കുടുംബത്തിൽ വളർത്തുവാൻ വേണ്ടി അമ്മയുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അനുസരണമായിരുന്നു. അമ്മയുടെ ഗുണം എന്ന് പറയുന്നത് സമർപ്പണമായിരുന്നു. അമ്മയുടെ ഗുണം എന്ന് പറയുന്നത് ക്ഷമയായിരുന്നു. അമ്മയുടെ ഗുണം എന്ന് പറയുന്നത് ആത്മാർത്ഥതയായിരുന്നു. ഈ അനുസരണവും സമർപ്പണവും ക്ഷമയും ആത്മാർത്ഥതയും ഒന്നും നമ്മുടെ കുടുംബജീവിതത്തിൽ നിന്ന് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് കൃപയുടെ നീർച്ചാൽ ഒഴുക്കാൻ നമുക്ക് പറ്റില്ല. മക്കളെ, നിന്റെ കുടുംബത്തിലേക്ക് കൃപയുടെ നീർച്ചാൽ ഒഴുകി നിന്റെ കുടുംബജീവിതം ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നേറണമെങ്കിൽ കുടുംബജീവിതമാവുന്ന വള്ളത്തെ നിങ്ങൾ എല്ലാവരും ഒരുമയോടുകൂടി ഒത്തൊരുമയോടുകൂടി ഏക മനസ്സോടെ ഏകസ്വരത്തില് ഒത്തുപിടിച്ച് തൊഴയെറിഞ്ഞുകൊണ്ട് മുന്നേറുന്ന കുടുംബജീവിതങ്ങൾ ഉണ്ടാകണം. അങ്ങനെയുള്ള കുടുംബജീവിതങ്ങൾ ഉണ്ടാകിയാൽ മാത്രമാണ് കുടുംബത്തിലേക്ക് കൃപയുടെ നീർച്ചാൽ ഒഴുകുകയുള്ളൂ. അമ്മയെ പോലെ സമർപ്പണത്തിൽ, അനുസരണത്തിൽ, ക്ഷമയിൽ, ആത്മാർത്ഥതയിലെല്ലാം ഒത്തുപിടിച്ച് മുന്നേറുവാൻ ഈ ആലയത്തിലുള്ള എല്ലാ മക്കൾക്ക് സാധ്യതമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളിലേക്കും ഈ നിമിഷം കൃപയൊഴുകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തില് ഈ ഗുണങ്ങളുണ്ടായാൽ മാത്രമാണ് കുടുംബജീവിതത്തിന് ഫലങ്ങൾ ഉണ്ടാകുന്നു. ഈ ഫലങ്ങളിലേക്ക് നമ്മൾ വളരണം. കുടുംബജീവിതത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്നത് സ്നേഹത്തിൽ ദൃഢമായ ഒരു കുടുംബമാണ്.
പ്രാർത്ഥനയിൽ ദൃഢമായൊരു കുടുംബമാണ്. ജീവനവും ജീവിതവും പങ്കാളിക്ക് വിട്ടുകൊടുക്കുന്ന ഒരു കുടുംബമായിരിക്കണം. അതുപോലെ ജീവിതത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ പാഠം മക്കൾക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കരുതലോടുകൂടി മക്കളെ വളർത്തി സഹനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സുവിശേഷം എല്ലാവർക്കും കൊടുക്കാൻ നിങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും കൃപയൊഴുകട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെയും ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയുടെ മുമ്പിലേക്കൊന്ന് സമർപ്പിക്കാം. ഇരു കാര്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച മക്കളെ, കുടുംബജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കലക്കവെള്ളങ്ങളും ഈ നിമിഷം ശുദ്ധജലമായി തീരണം. ഈ നിമിഷം ശുദ്ധജലമാകണം ആഗ്രഹിച്ച് എന്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ മുതൽ ഇന്ന് വരെ എൻ്റെ കുടുംബജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാ കലക്ക വെള്ളങ്ങളെയും എൻ്റെ തമ്പുരാനെ നീ വിശദീകരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുടുംബജീവിതത്തിലേക്ക് വന്നിരിക്കുന്ന എല്ലാവിധ കെട്ടുകളും എല്ലാവിധ ബന്ധനങ്ങളും എൻ്റെ തമ്പുരാനെ നീ പൊട്ടിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മക്കളും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. കൃപയൊഴുകട്ടെ കൃപയൊഴുകട്ടെ. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. കൃപയുടെ ആത്മാവ് നിന്നിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് സ്തുതിക്കട്ടെ 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുനാമത്തിന്റെ ശക്തിയിലേക്ക് നിന്റെ കുടുംബത്തിലേക്ക് ഒഴുകട്ടെ. എല്ലാവിധ അശുദ്ധിയും നിന്റെ കുടുംബത്തിൽ നിന്ന് ഈ നിമിഷം മാറട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു തമ്പുരാനെ. തലമുറ തലമുറയായി വംശം വംശമായി പാരമ്പര്യം മക്കളിലേക്ക് മക്കളുടെ കുടുംബങ്ങളിലേക്ക് ജീവിതങ്ങളിലേക്ക് സാഹചര്യങ്ങളിലേക്ക് അറിഞ്ഞ് മറിയാതെ കടന്നു വന്നിരിക്കുന്ന മന്ത്രത്തിന്റെ ഏലസിന്റെ ശുദ്ധരക്കരുടെ ആഭിചാരക്കരുടെ എല്ലാവിധ പൈശാചികമായ ബന്ധനങ്ങളെ യേശുവിന്റെ ശക്തിയുള്ള പൗരോഹിത്യത്തിന്റെ അധികാരത്താല യേശുവേ ജോണിമരിയ പുണ്യാളിന്റെ വിശുദ്ധ തിരുനാൾ ആഘോഷിക്കുന്ന സുദിനത്തില എല്ലാ പുരോഹിതരുടെയും പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് ഈ നിമിഷം യേശുവിനെ തിരത്തി മക്കളിലേക്ക് ഒഴുകട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരാനെ. ഒന്ന് യോഹന്നാൻ 1:7 തിരക്ത അഭിഷേകം ഈ മക്കളിലേക്ക് മക്കളുടെ കുടുംബങ്ങളിലേക്ക് ഈ നിമിഷം ഒഴുകി ഇറങ്ങട്ടെ. എല്ലാവിധ അസ്വസ്ഥതകളും എല്ലാവിധ ബന്ധനങ്ങളെയും മക്കളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ കൃപയുടെ മക്കളുകളായി ഈ മക്കളെ രൂപാന്തരപ്പെടുത്തണമേ. അനുസരണ ദുരാത്മശക്തികളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു നിർവീര്യമാക്കി പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ ഈ മക്കളുടെ നാടീ ജലമ്പുകളിലേക്ക് ഈ മക്കളുടെ സന്ധി ബന്ധങ്ങളിലേക്ക് ഉച്ചമുതൽ കാലം വരെ യേശുവിന്റെ തിരക്തം ഒഴുകട്ടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മമാർ സജീവ സാന്നിധ്യം ഈ മക്കളിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ. സകലവിധ തിന്മകളുടെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ അഴിയട്ടെ അഴിയട്ടെ. പാരമ്പര്യത്തിന്റെ കെട്ടുകളാ തിന്മയുടെ കെട്ടുകളാ യേശുനാമത്തിൽ അഴിച്ചു പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ സജീവ സാന്നിധ്യം ഈ മക്കളിലേക്ക് ഒഴുകട്ടെ. അമ്മ മാതാവിന്റെ കൃപ കൊണ്ട് ഈ മക്കൾ ഇന്നു മുതൽ നിറയട്ടെ. അശുദ്ധിയെല്ലാം മാറട്ടെ, വിശുദ്ധി ഒഴുകട്ടെ. അശുദ്ധിയെല്ലാം മാറട്ടെ, വിശുദ്ധി ഒഴുകട്ടെ. യേശുവല്ലയോ 14 മാർപ്പാപ്പയുടെ ലൈംഗിക അധികാരത്തോട് ചേർന്ന റാഫേൽ തട്ടിൽ ലൈംഗിക അധികാരങ്ങളോട് ചേർന്ന ശിവേ തോമസ് തറയിൽ ലൈംഗിക അധികാരത്തോട് ചേർന്നുകൊണ്ട് ഈ മക്കളിലേക്ക് മക്കളുടെ കുടുംബങ്ങളിലേക്ക് ജീവിതങ്ങളിലെ സാഹചര്യങ്ങളിലേക്ക് അറിഞ്ഞും മറിഞ്ഞും കടന്നു വന്നിരിക്കുന്ന മന്ത്രത്തിന്റെ ഏലസിന്റെ ശുദ്ധരക്കിന്റെ ആഭിചാരക്രിയകളെ എല്ലാവിധ പൈശാചികമായ ബന്ധനങ്ങളെയും മത്തായി 12 ശക്തി ഉപയോഗിച്ച് ഈ ഭൂമിയിൽ അഴിക്കുന്നത്, സ്വർഗ്ഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും ഭൂമിയിൽ കെട്ടുന്നത്, സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന നമ്മുടെ വചനത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ മക്കളിലേക്ക് മക്കളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവിധ തിന്മകളുടെ ദുഷ്ടാരവി ശക്തികളെയും എല്ലാ രോഗത്തിന്റെ അവസ്ഥകളെയും യേശുനാമത്തില അങ്ങ് നൽകിയ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് പ്രസാദത്തിന്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്നുകൊണ്ട് യേശുനാമത്തില് ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്ക് കരങ്ങളടിച്ച് ഒരു പാട്ട് പാടാം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് പുതിയൊരു അനുഭവം ഞങ്ങൾക്ക് നൽകണമെന്ന് ആഗ്രഹിച്ച് പുതിയൊരു ബന്ധക്കുസ്ത അനുഭവം എനിക്കും എന്റെ കുടുംബത്തിനും നൽകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കരമടിച്ച് പാടി പ്രാർത്ഥിച്ചേ. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, കരങ്ങൾ ഉയർത്തിയടിച്ചേ. യാക്കോബിൻ പ്രിയ ദൈവമേ, വാഴ്ത്തിയിടാം തിരുനാമം. കരങ്ങൾ ഉയർത്തിയടിച്ചേ. അബ്രാഹത്തിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ,
ഭൂമിൻ പ്രിയ ദൈവമേ വാഴ്ത്തിയിടാം തിരുനാമം. കാലുകളൊക്കെ ചലിപ്പിച്ച് ഇടത്തേക്കും വലത്തേക്കും കാലുകളൊക്കെ ചലിച്ച ഇടത്തേക്കും വലത്തേക്കും കാലുകളൊക്കെ ചലിച്ച് ഇടത്തേക്കും വലത്തേക്കും കൈകളടിച്ച് അവിടുന്നല്ലോ ജീവൻ അവിടുന്ന് ഏകദൈവം കരങ്ങൾ ഉയർത്തിയടിച്ച് അവിടുന്നല്ലോ സത്യം അവിടുന്നല്ലോ സ്നേഹം അവിടുന്നല്ലോ ജീവൻ അവിടുന്ന് ഏകദൈവം. ഘോരവിൽ മാമമയിൽ മുൾപടർപ്പിൻ നടുവിൽ ഉയർന്നു കത്തി ജ്വലിച്ചവരെ ഉണർവിൻ വരമേകണമേ. ഘോരവിൽ മാമലയിൽ മുൾപടർപ്പിൻ നടുവിൽ ഉയർന്നു കത്തി ജ്വലിച്ചവരെ ഉണർവിൻ വരമേകണമേ. അവിടുന്നല്ലോ കരടിച്ച് അവിടുന്നല്ലോ സ്നേഹം അവിടുന്നല്ലോ ജീവൻ അവിടുന്ന് ഏകദൈവം അവിടുന്നല്ലോ സത്യം അവിടുന്നല്ലോ സ്നേഹം അവിടുന്നല്ലോ ജീവൻ